السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أعلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. നമുക്ക് ഒരുപാട് ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. ഒന്നുകിൽ വീടിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഹലാലായ സമ്പത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹം ശരിയാവാനായിരിക്കാം, ഒരു വാഹനത്തിന് വേണ്ടിയായിരിക്കാം. ഇതൊക്കെ ഹലാലായ ആഗ്രഹങ്ങളാണല്ലോ. അത് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല അത് ചോദിക്കുകയും വേണം. ഹലാലായ ഏത് കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം, ചോദിച്ച് വാങ്ങുകയും ചെയ്യാം. അള്ളാഹു അതിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അപ്പോൾ നാം ചോദിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് നടക്കാൻ ഒരു വഴിയുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതൊരു അടയാളം കൂടിയാണ്. എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ അടയാളം നമ്മിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക. മാത്രമല്ല ഈ പറയുന്ന രീതിയിലും നാം അത് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ വലിയ ഫലം നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെറും വാക്കല്ല. ഒരുപാട് മഹാന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തതുമാണ്. അതായത് നമുക്ക് അനുഗ്രഹങ്ങളും ആവശ്യങ്ങൾ നിറവേറാനുള്ള വഴിയും അള്ളാഹു തുറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അള്ളാഹു നമുക്ക് എളുപ്പമാക്കും. നമുക്ക് നാവിനെ തൊട്ട് ഈ ഒരു കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. നമുക്കൊക്കെ ചില ആളുകൾക്ക് പരിശോധിച്ചാൽ കാണാം, സ്വലാത്ത് ചൊല്ലാലുണ്ടാവും, അതിനൊരു മടിയായിരിക്കും. ആ മടിയുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ മടി, അതിൻ്റെ കാരണം മാറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകണമെങ്കിൽ അതിന് സലാത്ത് ചൊല്ലാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. അതൊരു അടയാളമാണ്. നമ്മുടെ നാവിനത്തൊട്ട് സലാത്ത് ചൊല്ലിന് വളരെ എളുപ്പമാക്കും. നമുക്ക് എപ്പോഴും സലാത്ത് ചൊല്ലാൻ തോന്നുകയും നാം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സലാത്ത് ചൊല്ലിയാൽ മാറാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഒരു ലോകത്തുമില്ല. സത്യവിശ്വാസികൾക്ക് എന്ത് ദുഃഖമോ ദുരിതമോ ആപത്തോ പരീക്ഷണങ്ങളോ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം പദവികൾ നാം ആഗ്രഹിച്ചാൽ, അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, സലാത്ത് ചൊല്ലുക. കണക്ക് വെക്കാതെ ചൊല്ലാം. എവിടെന്നെങ്കിലും ഇജാസത്ത് പ്രകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്ക് വെച്ചു എല്ലാം. അങ്ങനെ ഇജാസത്ത് പ്രകാരം ഇവിടുന്ന് കൊടുത്ത ഒരു സലാത്താണ് സലാത്തുൻ നൂർ, അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വാഹിലി. അത് ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സലാത്തു നാരിയ, വളരെ ഫലമുള്ള ഒരു സലാത്താണ് സലാത്തു നാരിയ. ഇത് 4444 സലാത്ത് ചൊല്ലുമ്പോഴത്തേക്ക് തീ കൊണ്ട് പരിഹരിക്കുന്നത് പോലെ അതിന് ഫലം കാണുന്നത് കൊണ്ടാണ് ആ പേര് ഉണ്ടായത് തന്നെ. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് തുനൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, നാരിയത്ത് സ്വലാത്ത് ഒരാൾ നിത്യേന 11 വട്ടം ചൊല്ലിയ, വെറും 11 വട്ടം, അയാൾക്ക് ആഹാരം ആകാശത്ത് നിന്ന് നേരിട്ട് ഇറങ്ങുന്നത് പോലെ കിട്ടും. ഭൂമിയിൽ നിന്ന് പൊന്തി വരുന്നത് പോലെ അയാൾക്ക് കിട്ടും. അതായത് നിഷ്പ്രയാസം അയാൾക്ക് ആഹാരം ലഭിക്കുമെന്നർത്ഥം. ആഹാരം എന്ന് വെച്ചാൽ സാമ്പത്തികമായ മുന്നേറ്റം, ആഹാരത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ലഭിക്കും. സലാത്ത് ചൊല്ലുമ്പോൾ വെറുതെ 11 എന്ന് പറയുമ്പോൾ 11 നമുക്ക് ചൊല്ലി തീർത്താൽ പോരാ. അങ്ങനെ ചൊല്ലിയാലും കൂലി ലഭിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല. ചൊല്ലുമ്പോൾ 11 ഇപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മ, പൂർണ്ണമായ രക്ഷയും അനുഗ്രഹങ്ങളും നീ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നീ നൽകണേ. ഈ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് സലാത്ത് വരുമ്പോഴും ബാക്കി ഒന്നുമില്ലെങ്കിലും ഇതുണ്ടായിരിക്കണം. അവിടുത്തെ മേലിലും അവിടുത്തെ കുടുംബത്തെ മേലിൽ നീ ഗുണം ചെയ്യണേ, അനുഗ്രഹം ചെയ്യണമേ. ഇതെപ്പോൾ ഏത് സലാത്ത് വരുമ്പോഴും ഉണ്ടാവണം. ബാക്കിയുള്ള അർത്ഥം അറിയാമെങ്കിൽ നല്ലതാണ്. ഇനി അറിയാമെങ്കിലും ഈയൊരു സലാത്ത് വരുമ്പോൾ ഈയൊരു എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നബി തങ്ങളുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിലും നീ ഗുണം ചെയ്യണമേ, നീ ബറക്കത്ത് ചെയ്യണമേ, നീ അനുഗ്രഹങ്ങൾ ചെയ്യണമേ. അത് മുത്തുനബിക്ക് നമ്മുടെ ഇത് വേണ്ടിയിട്ടല്ല, നമ്മൾ പറഞ്ഞതുകൊണ്ട്
കൂടുതൽ കിട്ടുന്നത് കൊണ്ടല്ല, നമുക്കാണ് അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുക, നമുക്കാണ് അതിൻ്റെ ഫലം കിട്ടുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏത് സലാത്ത് ചൊല്ലുമ്പോഴും ഈ രീതിയിൽ ചൊല്ലുക. സലാത്ത് ധാരാളം ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ധാരാളമായി ചൊല്ലാൻ ശ്രമിക്കുക, ഈ രീതിയിൽ ശ്രമിക്കുക. പരമാവധി ഈ രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കുക. വെറുതെ എണ്ണം തീർത്താൽ കൂലി കിട്ടും, അത് 100% ഉറപ്പാണ്. തങ്ങളെ മേൽ സലാത്ത് എങ്ങനെയല്ലാലും കൂലി ഉറപ്പാണ്. അവരേതായിട്ടുള്ള ശരിയായ ഫലങ്ങൾ കിട്ടണമെങ്കിൽ, അതായത് സലാത്ത് റിസ്ക്കിനെ വലിച്ച് നമ്മിലേക്ക് കൊണ്ടുവരുമെന്നാണ്. എവിടെയാണോ നമ്മൾ റിസ്ക്കുള്ളത് അതിനെ വലിച്ച് നമ്മിലേക്ക് അടുപ്പിക്കാൻ കഴിയുള്ളതെന്നാണ് സലാത്ത്. അതിങ്ങനെ സലാത്ത് ഇങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലിക്കൊണ്ടെന്നാൽ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരും, എളുപ്പമായി വരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ചെല്ലാൻ ശ്രമിക്കുക. ഈ ഒരു അടയാളം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.